ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ് ട്രംപ് മോദി കൂട്ടുകെട്ട്, ട്രംപ് മോദി കൂടിക്കാഴ്ചയും. അതിനകത്ത് ഇപ്പോൾ ഒരു വിള്ളൽ വീണിട്ടുണ്ടോ എന്ന് സംശയം. കാരണം രണ്ടാം തവണ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് കരുതിയത്. പക്ഷേ അതിനകത്തൊരു അല്പം ശിഥിലമായി പോകുന്നില്ലേ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഉണ്ടെന്ന് കരുതിയിരുന്ന ഊഷ്മളത, സ്നേഹബന്ധം വെറും മരീചികയായിരുന്നു എന്ന് കണ്ടെത്തുന്ന നിമിഷങ്ങളാണിപ്പോൾ. ഈ ബന്ധങ്ങളിൽ, ഈ വൈവാഹിക ബന്ധങ്ങളിലൊക്കെ 7 ഇയർ ഇച്ച് എന്നൊരു കാര്യമുണ്ട്. 7 വർഷം ഒരു എക്സ്റ്റെൻഡഡ് ഹണിമൂണിൻ്റെ കാലഘട്ടമായിരിക്കും. അതിനുശേഷം പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങുമെന്നതാണ് ശാസ്ത്രം, അല്ലെങ്കിൽ ദാമ്പത്യശാസ്ത്രം. ഇവിടെ ഒരുതരം ഹണിമൂണാണ്, രണ്ടാം വിവാഹത്തിലെ ഹണിമൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബാന്ധവം ഏതാണ്ട് ഒരു പ്രത്യേക അവസ്ഥയിലായി. അമേരിക്കയുമായി തുടങ്ങിയ പുതിയ ബാന്ധവത്തിലെ ഒരു ഹണിമൂൺ പീരിയഡ്, അതിന് നെടുനായകത്വം വഹിച്ചത് ട്രംപാണ്, മോദിയാണ്. അവർ തമ്മിലുള്ള പേഴ്സണൽ കെമിസ്ട്രി ദാറ്റ് വിൽ ടേക്ക് ദം ഫോർവേഡ്, 2 countries ഫോർവേഡ് എന്നതായിരുന്നു ചിന്ത. പക്ഷേ യാഥാർത്ഥ്യ ബോധം 2 രാജ്യങ്ങളെയും ഭരിക്കാൻ തുടങ്ങി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭാരതവുമായി നിലനിൽക്കുന്ന $47 ബില്യൺ വ്യാപാര കമ്മി, അത് നികത്താൻ കർശനമായ ടാരിഫ് ആവശ്യമാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണിയും കണ്ടെത്തണം. ഇന്ത്യ ആണെങ്കിൽ കർശനമായ ടാരിഫ് റേറ്റ്സ് ആണ്, ഒരുതരം ടാരിഫ് കൊള്ളയാണ് എന്നാണ് അമേരിക്ക കരുതുന്നത്. ഒട്ടൊക്കെ ശരിയുമാണ്. കാരണം ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അമേരിക്കയിൽ നിന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിച്ചേ മതിയാകൂ. ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ, ചോളം, കോൺ ബേസ്ഡ് പ്രോഡക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള കാർഷിക കാര്യങ്ങൾ ഇന്ത്യയിൽ ഡംപ് ചെയ്യാൻ നമുക്ക് അനുവദിക്കാനാവില്ല. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ 70% കാർഷിക അധിഷ്ഠിതമാണ്. അവിടെ ഇന്ത്യ സംയമനം പാലിച്ചേ മതിയാകൂ. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ് ഏർപ്പെടുത്തിയേ പറ്റൂ. അതുപോലെയാണ് മറ്റ് ഉൽപ്പന്നങ്ങൾ. അമേരിക്കയുടെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഉൾപ്പെടെയുള്ള ഓട്ടോമൊബൈലുകൾ, ഇതൊന്നും തന്നെ സുഗമമായി ഇറക്കുമതി ചെയ്യാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് ഒരു വീണ്ടും വിചാരം എന്ന നിലയിൽ ഇന്ത്യക്കെതിരെ 10% ഫ്ലാറ്റ് ടാരിഫിന് പുറമെ 25% അധിക നികുതി, അതിനും പുറമെയാണ് റഷ്യയുമായി ബന്ധവുമുള്ള, പ്രത്യേകിച്ച് ഓയിൽ കച്ചവടമുണ്ട്, എണ്ണ ട്രേഡുണ്ട് റഷ്യയുമായി. ഉപരോധം കൊണ്ട് വലഞ്ഞ റഷ്യ 2022 ഫെബ്രുവരി മുതൽ, ഉക്രൈൻ അധിനിവേശം മുതൽ ഉപരോധത്തിലാണ്. അത് മറികടക്കാനായി ചൈനയുമായും ഇന്ത്യയുമായും വൻതോതിലാണ് റഷ്യയുടെ എണ്ണ കച്ചവടം. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നത് 35% ഇന്ത്യയുടെ എണ്ണ ആവശ്യമാണെന്ന് റഷ്യയിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നത്. അത് നിർത്തിവെച്ചില്ല എങ്കിൽ ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്ന ഒരു കർശനമായ നിബന്ധനയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. പാഠം പഠിക്കാനോ വിരട്ടേൽക്കാനോ തയ്യാറല്ല എന്നാണ് നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും പ്രഖ്യാപനം. മാത്രമല്ല, ഏതറ്റം വരെ പോയി വേണമെങ്കിലും ബ്രിക്സിനെ ശക്തിപ്പെടുത്തുക വഴി, ബ്രിക്സിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് വഴി ഉഭയകക്ഷി വ്യാപാരം, അമേരിക്ക ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം നഷ്ടപ്പെട്ടാൽ അത് പരിഹരിക്കാൻ കൂടുതൽ എക്സ്പോഷർ ചൈനയുമായും റഷ്യയുമായും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളുമായും ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഒരുപക്ഷെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. നിലവിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം 5 നിന്നും 10 മാറിയിരിക്കുന്നു. ബ്രിക്സിന്റെ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 27.8% ഓഫ് ദി ഗ്ലോബൽ ട്രേഡ് ഈ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബ്രിക്സ്. അത് വലിയൊരു ശതമാനമാണ്. തൊട്ടുമേലെ മാത്രമാണ് G7, വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7ന്റെ ഒരു ഗ്ലോബൽ ട്രേഡ് പെർസെൻറ്റേജ്. അത് കേവലം 28.1% മാത്രമാണ്. പ്രൊജക്ഷൻസ് അനുസരിച്ച് 2025 അവസാനത്തോടുകൂടി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ബ്രസീൽ, ഇന്ത്യ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതോടൊപ്പം ഇറാൻ, പുതിയതായി വന്ന മറ്റ് രാജ്യങ്ങൾ എല്ലാം ചേർന്ന് 32% ഗ്ലോബൽ ട്രേഡാണ്. അത് ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കിൽ $1,00,000 കോടി ഇക്വലന്റ് ആണ്. അതിന് 50% ആഭ്യന്തര കറൻസി അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ റുപ്പി കൊടുത്ത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാം. ചൈനീസ് യുവാൻ കൊടുത്ത് ഇന്ത്യയിൽ ആ രീതിയിൽ യുവാൻ റൂബിൾ റുപ്പി, റൂബിൾ യുവാൻ, ആ ടേംസിൽ കച്ചവടം. റിയാൽ ബ്രസീലിയൻ,
റിയാൽ റൂബിൾ ആ രീതിയിൽ കച്ചവടം പോയാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഡോളർ? ഇതാണ് അമേരിക്കയെ മതിക്കുന്ന പ്രധാന വിഷയം. അതുകൊണ്ടാണ് താപം ഭേദം ദണ്ഡം എന്നൊക്കെയാണ് അമേരിക്കയുടെ പോളിസി. പരമാവധി പ്രഷറാണ് അമേരിക്ക ചെലുത്തുന്നത്. 24-ാം തീയതി ഈ മാസം, ഓഗസ്റ്റ് മാസം 24-ാം തീയതി 6ാം റൗണ്ട് ചർച്ചയ്ക്കായി അമേരിക്കൻ ഡെലിഗേഷൻ ഈസ് റീച്ചിങ് ന്യൂഡൽഹി. എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇതുവരെയുള്ള നിലപാടിൽ വിട്ടുവീഴ്ച, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തില്ല എന്ന് ഇന്ത്യ സാമാന്യം ക്ലിയറായി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തിലൊരു നീക്കുപോക്ക് പ്രതീക്ഷിക്കേണ്ട എന്നതാണ്. അത് സാധിക്കില്ല. യുദ്ധം തുടങ്ങുന്ന സമയത്ത്, ഉക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 0.2% മാത്രമായിരുന്നു റഷ്യയിൽ നിന്നും. കേവലം 3 വർഷം കൊണ്ടത് 35% മാറി, അതിന് 40 ആകും. $30 കുറവിലാണ് റഷ്യ ഇന്ത്യക്ക് ഒരു ബാരലിന്. 148 ലിറ്ററാണല്ലോ ഒരു ബാരൽ. ഒരു ബാരൽ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിലെ വിലയേക്കാൾ $30 വില കുറവിലാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരുന്നത്. അത് വേണ്ടെന്ന് പറയുന്നത് ഇന്ത്യക്കാവുമോ? ഇന്ത്യ കഴിഞ്ഞ 3 വർഷം പിടിച്ചു നിന്നത്, പെട്രോൾ ഡീസൽ വില വർധനമില്ലാതെ പിടിച്ചു നിന്നതിൻ്റെ പ്രധാന കാരണം റഷ്യയിൽ നിന്ന് ലാഭകരമായി കിട്ടുന്ന എണ്ണയാണ്. ഇപ്പോൾ കടുത്ത ഉപരോധമാണ്. ചില നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ഇൻഷുറൻസ് നിയന്ത്രണങ്ങൾ, ലോജിസ്റ്റിക്കൽ കൺട്രോൾ, ഇതെല്ലാം ചേർത്ത് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് $10 മാത്രമാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും റഷ്യൻ ഓയിലിന് കുറവുള്ളത്. അത് വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ പകരം വിപണി നമുക്ക് കിട്ടണം, പകരം സെല്ലേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. സൗദി അറേബ്യയിൽ നിന്നും എണ്ണ വാങ്ങാം, കണക്ക് പറഞ്ഞ് ഡോളർ ടേംസിൽ നമ്മൾ പേ ചെയ്യണം. ഇറാഖിൽ നിന്ന് എണ്ണ വാങ്ങാം. മുൻകാലങ്ങളിൽ ഇറാഖിനായിരുന്നു 1ാം സ്ഥാനം, ഇപ്പോൾ റഷ്യക്കാണ്. എണ്ണ വാങ്ങാം, ഡോളറിൽ പേ ചെയ്യണം. പക്ഷേ റുപ്പിയിൽ പേ ചെയ്യാൻ കഴിയുന്ന ഏക കയറ്റുമതി രാജ്യം റഷ്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് ദേശീയ താല്പര്യം സംരക്ഷിച്ചേ മതിയാവൂ. ആ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ വിരട്ടൊന്നും ഇങ്ങോട്ടെടുക്കേണ്ട, വേണ്ടി വന്നാൽ ഞങ്ങൾ സ്വദേശി നിലപാടിൽ നിൽക്കും. അത് മറ്റു കാര്യങ്ങൾക്കാണ്. വിമാനം ഉൾപ്പെടെ അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ വേണ്ടാന്ന് ഞങ്ങൾ വെക്കും. ഒരു വിമാനത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ? $10 കോടി ആണ്. അത്രയും $10 കോടി വിലയുള്ള വിമാനം വാങ്ങാൻ ഇന്ത്യ തയ്യാറല്ല. മാത്രമല്ല, ഘടക പാർട്സിന് വീണ്ടും വില കൊടുത്ത് വാങ്ങേണ്ടി വരും. റഷ്യയിൽ നിന്നും Su-57 വിമാനങ്ങൾ നൽകും എന്ന ഉറപ്പ് റഷ്യയിൽ നിന്ന് ലഭിച്ചു. അത് മാത്രമല്ല, Su-57 വിമാനങ്ങൾ തദ്ദേശീയമായി ഇന്ത്യയിൽ വികസിപ്പിക്കാൻ റഷ്യ അനുമതി നൽകും. അങ്ങനെ വലിയ രീതിയിൽ വിദേശ നാണ്യം ലാഭിച്ചെടുക്കാൻ ഇന്ത്യ കഴിയും. അതുകൊണ്ട് മണ്ടം കളിക്കാൻ, അമേരിക്കയുമായ ബന്ധത്തിന് മണ്ടം കളിക്കാൻ ഇന്ത്യയില്ല. ചൈനയുമായി ഉള്ള ഇക്വേഷൻസ് അതനുസരിച്ചാണല്ലോ ഇന്ത്യയുമായുള്ള ബന്ധം. അമേരിക്കയ്ക്ക് ചൈനയെ പാഠം പഠിപ്പിക്കാൻ, ഇന്ത്യയെ കരുവാക്കാൻ ഭാരതം നിന്നുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ട്രംപിൻ്റെ ഈ നിലപാട് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകുമോ? നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ 1998 പൊഖ്റാൻ ദുരന്തമല്ല, പൊഖ്റാൻ ആണവ സ്ഫോടനം, അതിനുശേഷം വന്ന ഉപരോധം, ഇന്ത്യക്കെതിരെ കർശനമായ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചു. പുഷ്പം പോലെ നമ്മൾ ഊരി പോകുന്നില്ല. യഥാർത്ഥത്തിൽ അത് മുതലാണ് ഇന്ത്യ വളരാൻ തുടങ്ങിയത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം, 2008-9 ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും കരകയറാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും കാൽമുട്ടിലിഴഞ്ഞു നിന്നപ്പോൾ ഇന്ത്യ ഡെവലപ്ഡ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 8.7% GDP ഗ്രോത്ത് റേറ്റ്. ദാറ്റ് വാസ് ഓൾ ടൈം റെക്കോർഡ്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി റെസിലിയൻ്റ് ആണ്. അമേരിക്കയുടെ വ്യാപാരം പൂർണ്ണമായി നിന്നുപോയാൽ ഇന്ത്യയുടെ GDP-യിൽ വരാൻ പോകുന്ന കുറവ് 0.2% മാത്രം. 0.2% കുറവ് മാത്രമാണ് ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം പൂർണ്ണമായി നിന്ന് പോയാലും ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ പോയാൽ പുല്ല് പൊട്ടെ എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യ കാട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എക്കാലത്തെയും സുഹൃത്തായ റഷ്യയെ തഴഞ്ഞിട്ട് അമേരിക്ക എന്ന പൂവാലൻ്റെ പുറകെ പഞ്ചപുച്ഛമടക്കി പോവേണ്ട ഗതികേട് ഭാരതത്തിനില്ല എന്ന് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കേണ്ട ഘട്ടങ്ങളാണ്. പക്ഷേ അത് വളരെ സ്മൂത്തായി ഇന്ത്യ ഓപ്പറേറ്റ്സ് ഇൻ എ വെരി സ്മൂത്ത് മാനർ. അല്ലാതെ കാടടച്ചുള്ള പ്രയോഗങ്ങളോ വലിയ ട്രംപിനെ പോലെ വൻപിൻ പ്രസ്താവനയോ ഒന്നും നടത്തുന്നില്ല. ചെറിയ രീതിയിൽ കൺസെഷൻ കൊടുക്കാൻ ഇന്ത്യ തയ്യാറാണ്. ആ രീതിയിലാണ് സംസാരം. വരട്ടെ, അമേരിക്കൻ ടീം വരട്ടെ, 6ാം റൗണ്ട് ചർച്ചയ്ക്ക് വരട്ടെ. ഞങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ തയ്യാറാണ്.
പക്ഷേ അടിസ്ഥാനപരമായ ഇന്ത്യ ഫസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്താൻ തയ്യാറല്ല. ട്രംപ് പറയുന്നു അമേരിക്ക ഫസ്റ്റ്, നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യ ഫസ്റ്റ്. മോദി ചായക്കടയിൽ നിന്ന് തുടങ്ങിയ ആളാണ്, ഓർക്കണം. ചായപ്പേ ചർച്ചയിൽ നിന്നാണ് രാഷ്ട്രീയ മേൽഗതി ഉണ്ടായത്. റെസിലിയൻസ് സ്വല്പം കൂടും. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ട്രംപിനെ പോലെ ഒരാളല്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി, അല്ല അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ പൂർണ്ണമായും ശരിയല്ല. ഇന്ത്യ വലിയ ബഹളം വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ എൻ്റെ ഒരു പ്രതീക്ഷ ഇന്ത്യ വിൽ സ്റ്റാൻഡ് അപ്പ് ടു പ്രിസർവ് ദി നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് ഉണ്ടല്ലോ, BJPക്ക് അനുകൂലമായി, സംഘപരിവാർ അനുകൂലമായി ഉണ്ടായ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ്, അമേരിക്കയിൽ ഉണ്ടായ റൈറ്റ് വിങ് ഷിഫ്റ്റ് ട്രംപിന് അനുകൂലമായിരുന്നു. ഇത് രണ്ടും കൺവേർജ് ചെയ്യും എന്ന ഇന്ത്യയിലെ വലതുപക്ഷ ചിന്താഗതിയുടെ ആ മൗഢ്യം ഇപ്പോൾ നന്നായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലായി. ഹോപ്പ് ദേ വിൽ റിവേർട്ട് ഇറ്റ് ടു ദി ഒറിജിനൽ പൊസിഷൻ. അതുകൊണ്ട് ഇന്ത്യക്ക് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ റഷ്യയുമായും വേണ്ടി വന്നാൽ ചൈനയുമായും തന്ത്രപ്രധാനമായ വ്യാപാര പങ്കാളിത്തത്തിലേക്ക് നീങ്ങേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഫസ്റ്റ് പോളിസിക്ക് വലിയ സാധ്യതയാണുള്ളത്. സ്ട്രാറ്റജിക് ഓട്ടോണമി, അതായിരിക്കട്ടെ ഇന്ത്യയുടെ യഥാർത്ഥ വിദേശ നയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.